മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. The book of Jonah, chapter 4, verse 8. തലയിൽ സൂര്യന് ചൂടേറ്റ് യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. വൈഷമ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മോട് കഠിനമായി ഇടപെടുന്നെന്ന് കരുതരുത്. സ്വർഗീയ പിതാവിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് മിക്ക അനുഭവങ്ങളും ഉണ്ടാവുന്നത്. അവയെ നമ്മുടെ നന്മയ്ക്കായി ദൈവം അനുവദിച്ചു തരുന്നവയാണ്. പുതിയ പാഠങ്ങൾ പഠിക്കുവാനും നമ്മുടെ ജീവിതഗതിക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും ചില പ്രയാസങ്ങൾ ഒഴിച്ചുകൂടുവാൻ പാടില്ല. ദൈവമക്കള് ശരിയായ പാത ത്യജിച്ച് തെറ്റായ വഴികളിലേക്ക് വഴുതുമ്പോൾ പ്രയാസങ്ങൾ തന്ന് നമ്മുടെ ഗതിയെ ദൈവം നിയന്ത്രിക്കും. നിനിവേ പട്ടണം നശിക്കണമെന്ന് ആഗ്രഹിച്ച യോനായെ ഒരു ചൂരച്ചെടിയുടെ നാശത്തിലൂടെ മാനസാന്തരത്തിലേക്ക് നയിച്ച സംഭവം ദൈവമക്കളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാനായി പ്രയാസങ്ങളെ ദൈവം തരുമെന്ന് കാണിക്കുന്നു. ഹോശേയ 2:6 പ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേരുകെട്ടി അടയ്ക്കും. അവൾ തന്റെ പാതയെ കണ്ടെത്താത്തവണ്ണം ഞാനൊരു മതിലുണ്ടാക്കും. അവൾ ജാരന്മാരെ പിന്തുടരും, എങ്കിലും അവരോടൊപ്പം എത്തുകയില്ല. അബദ്ധസഞ്ചാരം ചെയ്ത് കുടുംബ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുവാൻ ഒരുങ്ങിയ ഒരു ഭാര്യയെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം വേലികൾ കെട്ടും. ക്രൈസ്തവൻ വഴിപിഴച്ചാൽ അവന്റെ വഴിയിൽ ദൈവം പ്രയാസങ്ങൾ വരുത്തും. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനായി ദൈവം പ്രയാസങ്ങൾ തരുന്നതാണ്. വിവാഹവും കുടുംബജീവിതവും ഉപേക്ഷിച്ച് മ്ലേച്ഛനായി ജീവിച്ച ഒരു യുവാവ് മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ട് ഒരു ക്രിസ്തീയ ആശുപത്രി അഭയം പ്രാപിച്ചു. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു നേഴ്സിന്റെ പരിചരണത്തിന്റെ ഫലമായി അയാൾ സ്വയം ക്രിസ്തീയ ജീവിതത്തിനായി സമർപ്പിച്ചു. തനിക്ക് വിവാഹവും കുടുംബജീവിതവും ആവശ്യമെന്ന് കരുതി ആ നേഴ്സിനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. അയാൾക്ക് സംഭവിച്ച ആപത്ത് സ്വന്തം മാനസാന്തരത്തിന് കാരണമായി. വഴിപിഴയ്ക്കാതിരിക്കുവാൻ ക്രൈസ്തവന്റെ ജീവിതപാതയിൽ ദൈവം ചില തടസ്സങ്ങളൊക്കെ വെച്ചു. അവയുണ്ടാകുമ്പോൾ പതറിപ്പോവാതെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.